കാരണന്മാരെ പറയിപ്പിച്ച് നടക്കരുത് കുമരോ. ഈ നാട്ടുകാര് മുഴുവൻ പറയുന്ന നീ കേൾക്കുന്നില്ല കുമരോ. ശരിക്കും നടനും MLA-യുമായ മുകേഷ് ഏട്ടൻ ഇപ്പോൾ നമ്മുടെ നാടകം കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. മുകേഷ് ഏട്ടാ, നമ്മുടെ കലോത്സവത്തിലെ നാടകം എങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു? സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല ഇങ്ങനെ റൗണ്ട് അടിച്ച് വരികയാണ്. ഇനിയും 3 നാടകമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് നാടകങ്ങളുണ്ട്, 10-13 നാടകങ്ങൾ ഇന്ന് തന്നെ ഉണ്ട്. അപ്പോൾ അത് വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അത്രമാത്രം സ്റ്റാൻഡേർഡാണ് ഓരോ നാടകത്തിനും, ഓരോ അഭിനേതാക്കൾക്കും. നമ്മളെ അത്ഭുതപ്പെട്ടുവാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡ് നേടിയ ഒരു ഇനം എന്ന് പറയുന്ന നാടകമാണെന്ന് തോന്നുന്നു. ഇത്ര സീരിയസ് ആയിട്ട്, ഇത്ര ആത്മാർത്ഥമായിട്ടാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറ്റുന്നതും കുട്ടികളുടെ ശബ്ദവും കുട്ടികളുടെ പെർഫെക്ഷനും ഒക്കെ. എന്തായാലും നാടക ലോകത്തിന് തന്നെ ഒരു വലിയ സംഭാവനയായിരിക്കും ഈ കലോത്സവം എന്നുള്ളത് നമുക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും. ഈ ഇടയ്ക്കിടയ്ക്ക് മുകേഷ് ഏട്ടൻ തന്നെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് നാടകങ്ങളൊക്കെ കണ്ടിട്ട്. അതെ, നമ്മൾ അത്ഭുതപ്പെട്ടുവാണ്. കുട്ടികൾ ഇങ്ങനെ ഇത്രയും പെർഫെക്ഷനായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു. ഒരു ഭയങ്കര ഡെഡിക്കേഷനാണ് നമുക്ക് തോന്നുന്നത്. ഇടയ്ക്ക് പഴയ യുവജനോത്സവ കാലത്തേക്ക് തിരിച്ചു പോകാൻ തോന്നുന്നു ഈ നാടകങ്ങൾ കാണുമ്പോൾ. ഞാൻ കുറേ നാടകങ്ങൾ കളിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ അന്ന് ഇതേ കണക്കുള്ള ടെക്നോളജിയും ഇതേ കണക്കുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു കെട്ടുറപ്പൊന്നും ഈ സ്കൂളും കോളേജിലും ഒന്നും പഠിക്കുമ്പോൾ ഇല്ലായിരുന്നു. കൂടുതലും ഡയലോഗിലും അഭിനയത്തിലും ഒക്കെ ആയിരുന്നു. ഇതിപ്പം അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും മ്യൂസിക്കും എല്ലാം ഈ പ്രൊഫഷണൽ നാടകത്തിന് വെല്ലുന്ന തരത്തിലുള്ള പ്രിപ്പറേഷനാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.